ഹായ് ഗായ്സ്, അപ്പം നമുക്ക് ആദുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു എഗ്ഗ് റെസിപ്പി കാണാം. അതിന് ഒരു ഹാഫ് സവാളയും ഹാഫ് തക്കാളിയും എടുത്ത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. അപ്പം എത്ര എഗ്ഗ്, ഇതിപ്പം ഞാൻ 2 എഗ്ഗാണ് എടുത്തത്, അതുകൊണ്ടാണ് അത്രയും. നിങ്ങൾക്ക് ആവശ്യമുള്ള എഗ്ഗ് എത്രയോ അതനുസരിച്ച് സവാളയും തക്കാളിയുടെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച്, കടുവൊന്നും പൊട്ടിക്കേണ്ട, കുറച്ച് ഈ സവാള നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഭയങ്കര ഓവറായിട്ടങ്ങ് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് അതിലോട്ട് ആ തക്കാളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട്, ഓവറായിട്ട് കുക്കാവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഇതായിട്ട് വന്നാൽ മതി, വാടി വന്നാൽ മതി. ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഈ മുട്ടയ്ക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എത്ര മുട്ടയാണ് നമുക്ക് ആവശ്യം ആ മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആയിട്ട് എടുക്കണം. കുറച്ച് നേരം ഒന്ന് ഫ്ലെയിം ഹൈ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഓക്കെ ആവും. പാകത്തിനുള്ള ഉപ്പ് ആദ്യമേ ആ ഉള്ളിയിലിട്ട് കൊടുത്താൽ മതി. അപ്പം ഇതിൽ കാണുന്ന പോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അപ്പം എൻ്റെ അടുത്ത് ആദൂട്ടി വന്നിട്ട് മുട്ട കാണിച്ചു കൊടുന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണ്. സ്വന്തമായിട്ടുള്ളൊരു മേക്കപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല ഭംഗിയിലാണ് വന്ന് നിൽക്കുന്നത്, മുഖം കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് അതിനകത്ത് ശകലം കുരുമുളക് പൊടി, ശകലം ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച് കുരുമുളകും കൂടെ തൂറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇതേപോലെ കിട്ടും. ഇത് ആദൂട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.